നിങ്ങൾക്കറിയാമോ, ലോകത്ത് പപ്പികളെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും അവസാന ചോയ്സ് ആയിരിക്കും ടോയി പൂഡലും ഷിസുവും. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊന്ന് നോക്കാം. ആദ്യം ടോയി പൂഡിൽ. ടോയി പൂഡിൽ എന്ന നായയുടെ പ്രധാന ഉത്ഭവം യൂറോപ്പിലാണ്. ഫ്രാൻസ് രാജ്യവുമായാണ് ഇവന്റെ പേര് കൂടുതൽ കേൾക്കുന്നതെങ്കിലും ഇവന്റെ ആദിമ വേരുകൾ ജർമ്മനിയിൽ നിന്നുള്ളതാണ്. പൂഡിൽ എന്ന പേര് ജർമ്മൻ വാക്കായ പ്യൂഡൽ എന്നതിൽ നിന്നാണ് വന്നത്. വെള്ളത്തിൽ ചാടുന്ന നായ എന്നാണ് ഇതിന്റെ മലയാള അർത്ഥം. കാരണം ആദ്യകാലത്ത് പൂഡിൽ വലിയ സൈസിലുള്ള വാട്ടർ റിട്രീവർ നായയായിരുന്നു. വേട്ടക്കാർ വെള്ളത്തിൽ വീണ പക്ഷികളെ എടുക്കാൻ ഇവനെ ഉപയോഗിച്ചു. ഫ്രാൻസിൽ നായയെ അപ്പാർട്ട്മെന്റിൽ വളർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ആ പാശ്ചാത്യ സംസ്കാരം ഇന്ത്യയിലേക്കും വന്നു. പൂഡിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള നായ്ക്കളിൽ ഒന്നാണ്. ട്രെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഇവന്റെ ഭാരം 2 മുതൽ 4 വരെയാണ്. ഷിസുവിന്റെ ജന്മരാജ്യം ചൈനയാണ്. പ്രത്യേകിച്ച് ചൈനീസ് രാജവംശങ്ങളോടാണ് ഇവന്റെ അടുപ്പം കൂടുതൽ. ടിബറ്റിൽ നിന്നുള്ള ലാസ അപ്സോയുടെ വരവോടെ ഇവൻ രാജകൊട്ടാരത്തിന്റെ വെളിയിലേക്കായി. ഷിസു എന്നതിന്റെ അർത്ഥം ലയൺ ഡോഗ് എന്നാണ്. ചൈനീസ് സംസ്കാരത്തിൽ സിംഹം ശക്തിയുടെ പ്രതീകമാണ്. ഈ നായകൾ സാധാരണ ജനങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ ലഭ്യമല്ലായിരുന്നു. ലാസ അപ്സോ വന്നതുകൂടിയാണ് 1900-കളിൽ ഇവ രാജകൊട്ടാരം വിട്ട് യൂറോപ്പുകളിലെത്തിയത്. ഇവൻ വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. മനുഷ്യരോട് നല്ല അടുപ്പമുള്ളവനാണ്. ഇവന്റെ ഭാരം 4 മുതൽ 7 കിലോയാണ്. ടോയി പുഡിലിനേക്കാൾ ഫാമിലിയെ എല്ലാവരോടും അടുക്കുന്ന സ്വഭാവമാണ് ഇവന്. നിങ്ങൾക്ക് ആക്റ്റീവായൊരു നായക്കുട്ടിയാണ് വേണമെങ്കിൽ ടോയി പുഡിലിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ശാന്തമായ ഫാമിലി ഡോഗ് ആണെങ്കിൽ ഷിസു തന്നെയാണ് ഉത്തമം.